എന്ത് മറിമായാണിതേ നമ്മുടെ ഈ കണ്ണനുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫോട്ടോ വരച്ച് തുടങ്ങിയ പാടക്ക് ഞാൻ ആദ്യമായിട്ടൊരു റീലിട്ട സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഇതേപോലൊരു ഫോട്ടോ എനിക്ക് വരച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഇതിന് നല്ല എക്സ്പെൻസീവാണ്, നല്ല ചിലവ് വരും, ചിലവ് ഇത്തിരി കൂടുതലാണ്, കാരണം അത്രത്തോളം വലിപ്പമുണ്ട്, എന്നെക്കാട്ടിലും ഹൈറ്റുള്ളൊരു ഫോട്ടോ ആണിത്. അപ്പം എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അവർ കുറേ ചോദിച്ചു എന്നോട്. അവർക്ക് പൈസ എത്ര തന്നെ ആയാലും വിരോധമല്ല, അവർക്ക് ഇത്ര വലിപ്പത്തിലുള്ളൊരു ഫോട്ടോ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇന്നിതേ ഞാൻ എല്ലാം പൂർത്തീകരിച്ചു. വീണ്ടും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റീല് ചെയ്തതാണേ. അപ്പം ഇതേ അടുത്ത ആള് ഇതേപോലെയുള്ളൊരു ഫോട്ടോ ചെയ്തു തരുമോ, അവർക്കും എത്ര പൈസയായാലും വിരോധമില്ല, അവർക്ക് ഇതേപോലൊരു ഫോട്ടോ കിട്ടിയാൽ മതി. പക്ഷേ അവർക്ക് നിരാശ തന്നെയായിരുന്നു ഫലം. അവരോടും ഞാൻ പറഞ്ഞു, പറ്റൂല എന്ന് പറയാൻ വേറെ ഒന്നും അല്ല കേട്ടോ. കാരണം ഇത് നമുക്ക് ഷീറ്റ് എന്ന് വെച്ചാൽ 4mm അല്ലെ 5mm ഷീറ്റാണ് നമ്മളിതിൽ ഉപയോഗിക്കുക. അപ്പം എനിക്ക് ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫേസ് ഉണ്ടല്ലോ, ഫേസ് കറക്റ്റായിട്ട് കിട്ടണം. കറക്റ്റായിട്ട് കിട്ടുക എന്ന് വെച്ചാൽ ചെറിയ ഫോട്ടോ ഒക്കെ നമുക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കത് പൊന്തിച്ച് നോക്കാം. പക്ഷേ ഇതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊന്തിച്ച് നോക്കാൻ പറ്റൂല, വെയിറ്റ് താങ്ങൂല. പിന്നെ വലിപ്പത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അതൊന്ന് എന്താ പറയുക, വലിപ്പം കൂടുതലാകുമ്പം ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ആ ഫേസ് ക്ലിയർ ആയി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റിസ്ക് ആയിട്ടുള്ള പരിപാടി. ബാക്കിയൊക്കെ ഓക്കെ, ഞാൻ ചെയ്യാം. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ലാസ്റ്റിലേക്കേ നമുക്ക് അത് കാണാനും അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്ത്, കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓക്കെ പറഞ്ഞു, എന്തെങ്കിലും കാരണവശാൽ അത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ രണ്ടാമത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം ഈ ഒരു ഫോട്ടോ വരയ്ക്കാൻ. അത്രത്തോളം വലിയ എക്സ്പെൻസൊക്കെ മുടക്കിയിട്ട് എനിക്കിങ്ങനെ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് റിസ്ക് പരിപാടിയാണ്. അത് പിന്നെ അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ വാഹനങ്ങളെല്ലാം കൂടി വേണം. ഇത് തന്നെ ഗുരുവായൂരേക്ക് ചെയ്തത് വണ്ടിക്കൂലി സഹിതം 50,000 രൂപൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. 48,000 രൂപ ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. 38,000 രൂപൻ്റെ അടുത്ത് സാധനത്തിൻ്റെ ഇത് കോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ 10,000 അല്ല കേട്ടോ, 9,500 ആ ഒരു സംതിങ്ങിലാണ് നമുക്ക് ഇവിടുന്ന് വണ്ടി വിളിക്കുക. ട്രാവലറിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം അത്രയും എക്സ്പെൻസീവായിട്ടാണ് ഈ ഒരു ഫോട്ടോ. ഇതിൽ നമുക്ക് ലാഭമൊന്നും മേടിക്കാൻ പറ്റൂല, കാരണം ഇതൊരാൾ സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ വണ്ടിക്കൂലി സഹിതം അവർ നമുക്ക് അയച്ചു തരും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചിലവോ അല്ലെ നമ്മളിതിന് കഷ്ടപ്പെട്ടതാണ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റൂല. പക്ഷെ മറ്റേ ആൾക്കാരുടെ അടുത്തുനിന്ന് ഏകദേശം ഈ ഒരു ഫോട്ടോ എനിക്ക് 75,000 രൂപക്കെങ്കിലും ഒരാൾക്ക് സെയിൽ ചെയ്താലേ എനിക്ക് മുതലാവുള്ളൂ. കാരണം ഒരു 3 മാസത്തെങ്കിലും പണിയുണ്ട് എനിക്ക് ഈ ഒരു ഫോട്ടോക്ക്. അപ്പോൾ 75,000 രൂപയായാലും വിരോധമല്ല, എനിക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവരുടെ മനസ്സുണ്ടല്ലോ. പടച്ചോനെ, എന്ത് വലിയ കാര്യമാണെന്നോ അല്ലെ, ഇതിന് മാത്രമൊക്കെ വലിയ പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു ഫോട്ടോക്ക് എത്ര പൈസയായാലും കുഴപ്പമില്ല, മേടിക്കാൻ 2 കൈയും കൂട്ടി സ്വീകരിക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളെടുത്തോട് പങ്കുചേരുകയാണ്. ഈ ഒരു ഫോട്ടോ ഫിനിഷ് ചെയ്തതിന് ശേഷം 2 ഓർഡറാണ് വന്നത്. 2ഉം ഞാൻ നിരസിച്ചു, കാരണം ഞാൻ കോൺഫിഡൻ്റ് അല്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ വമ്പ റിസ്ക് ആയിരിക്കും, അതുകൊണ്ട്